എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിഫോർണിയയിലെ സിറ്റി ഓഫ് ഇൻഡസ്ട്രി എന്ന ലോഡെല്ലാം എടുത്ത് നമ്മൾ ടൊറന്റോയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത് ഇനി ലാസ് വേഗാസ് ആണ്. ലാസ് വേഗാസ് കടന്ന് അരിസോണ സ്ട്രിപ്പും കടന്ന് നമുക്ക് യൂത്തേ കയറണം. യൂത്തയുടെ പകുതി എവിടെയെങ്കിലും വെച്ച് നമ്മൾ ദേവസ്യാച്ചിന് വണ്ടി കൈമാറും. ആ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയാം ഇതിന്റെ അകത്തൊക്കെ മറ്റേ റാറ്റിൽ സ്നേക്ക് കാണുമായിരിക്കുമല്ലോ. റാറ്റിൽ സ്നേക്ക് അല്ലേ? പിന്നെ മരുഭൂമി അല്ലേ? അല്ല, ഒരു പ്രാവശ്യം ഞാൻ ഞങ്ങൾ ഉണ്ട് അരിസോണയില്. ഞാനത് എനിക്ക് തോന്നുന്നു ഞാനും എൻ്റെ കൂടെ ഒരു പഞ്ചായത്ത് ഡ്രൈവർ കൂടെ ഞങ്ങൾ ഒന്ന് പീ വെക്കാൻ വേണ്ടി നിർത്തതാ, സൈഡിൽ നിർത്തി. അപ്പൊ നമ്മളിങ്ങനെ നാട്ടിലത്തെ പോലെ ഇച്ചിരി ഉള്ളിലോട്ട് ഒരു കല്ല് കണ്ടപ്പോ കല്ലിന്റെ മണ്ടേ കയറി അതൊരു നമ്മുടെ നാട്ടിലൊരു ശീലമാണല്ലോ. കലക്കിന്റെ മുകളിൽ കയറി എന്ന് പറഞ്ഞു നമ്മൾ അതിന്റെ വയനാടും വാഗമണും ഒക്കെ പോകുമ്പോ കാണുന്ന എന്ന് പറഞ്ഞ പോലെ അവിടെ ഇതൊക്കെ വെച്ചോണ്ട് ഇപ്പൊ കുറച്ച് കഴിയുമ്പോ നമ്മളിങ്ങനെ ചെറിയൊരു ശിശിന് പോലത്തെ ഒരു സൗണ്ട് ആദ്യം ഗവനിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളിവിടെ ഈ പാമ്പുള്ള കാര്യത്തെ കുറിച്ചൊരു മൈൻഡിലൊരു ഇത് വന്നത്. അത്ര നേരം മൈൻഡിലില്ല ഇല്ല അങ്ങനെ ഇത് ചിന്തിക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഉണ്ട്? ഇല്ല, മറ്റേ പുള്ളി ഇവിടെ സീറ്റിൽ ഇരിക്കുക. ഞാൻ വന്നിട്ട് പോകാൻ വേണ്ടി അല്ല സീറ്റ് ആയിരുന്നില്ല, പുള്ളി താഴെ ഇറങ്ങി ഇങ്ങനെ വണ്ടിയുടെ ഇതൊക്കെ ചെക്ക് ചെയ്യുകയൊക്കെ അന്നേരം അപ്പൊ ഇച്ചിരി ഇങ്ങനെ വണ്ടി ഇടാനുള്ള സൗകര്യം ഉള്ള സ്ഥലത്ത് അപ്പൊ ഇങ്ങനെ കയറി ഇങ്ങനെ നടക്കാനുള്ളതൊക്കെ ഉള്ള. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇതിന്റെ ഈ വാല ആദ്യം കണ്ടത് ഇങ്ങനെ കിടന്ന് അരങ്ങുന്ന പോലത്തെ അത് കണ്ടപ്പോ നോക്കിയപ്പോ ഇത് മറ്റേ പാമ്പല്ലെന്ന് നമ്മൾ അന്നേരം ആദ്യം വന്നപ്പോ ഇത് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു ഇതന്നെ അനങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മൈൻഡ് വന്നത് ഇത് പാമ്പല്ലേ. തൊട്ട് താഴെയാ ഇതിങ്ങനെ കുറുകിയ ഇങ്ങനെ ഇത് നീളമില്ലല്ലോ, ഇതിന്റെ നീളം കുറഞ്ഞിട്ട് ഈ മണ്ണിന്റെ തന്നെ കളറാ. ഈ നമ്മുടെ നാട്ടിലെ മറ്റേ നമ്മള് മറ്റേ എന്നാ പറയല്ലേ അണലി അതിന്റെ പോലെ ഇങ്ങനെ കുറുകിയൊരു അല്ല അണലിയുടെ വർഗത്തിൽപ്പെട്ടത് തന്നെയാ ഈ റാറ്റിൽ. അത് തന്നെയാ അല്ല ഞാൻ പറഞ്ഞ അതുപോലെ കുറുകി നീളം കുറഞ്ഞ് ഇതിന്റെ പാല് ശരിക്കും നന്നായിട്ട് കണ്ടു. അല്ല ഇത് നിങ്ങളുടെ അടുത്തായിരുന്നു, ഇത് ശരിക്കും ഭയങ്കര ജമ്പ് ചെയ്തത് കടിയും. അതെ അത് ഇതിങ്ങനെ വന്നു. അപ്പൊ ഞാനൊരു കല്ലിന്റെ പുറത്തായിട്ടാണ്, ഞാനൊരു കല്ലിന്റെ പുറത്താ. അപ്പൊ അതിന്റെ താഴെന്ന് പറഞ്ഞാൽ ഒരു 10 അടി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഇങ്ങനെ സൗണ്ടിങ്ങിൽ അതിന്റെ ഇപ്പൊ നിശബ്ദമായിട്ട് വെക്കുമ്പോ ഇങ്ങനെ ഒരു സൗണ്ട് കേട്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ അന്നേരം ഒരു ഒറ്റ ഓട്ടോ ഓടി പാമ്പെന്ന് പറഞ്ഞു. മറ്റേ പുള്ളി ഇവിടെ വന്നോളൂ, പുള്ളി വണ്ടിക്കകത്ത് പുള്ളിക്ക് പേടിയാണ്. അത് പണ്ടുള്ളവർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മള് അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇപ്പം രാത്രിയിലൊക്കെ നമ്മൾ റെസ്റ്റ് ഏരിയയിലൊക്കെ ആണെങ്കിലും കൊണ്ട് ഇതുപോലെ ഷോൾഡറിലോ എവിടെയെങ്കിലൊക്കെ നിർത്തുവാണെന്നുണ്ടെ നമ്മൾ ആ കൊണ്ട നിർത്തണ വഴി വണ്ടി വരുന്ന സൗണ്ടും ഇതൊക്കെ കാണുമ്പോ അവിടെ ഉണ്ടേ അതങ്ങ് മാറിപ്പോകും. നമ്മള് ബ്രേക്ക് വലിച്ച് ഒരു 5 മിനിറ്റ് നമ്മൾ ഇരുന്നിട്ടൊക്കെ ചെല്ലണമെങ്കിൽ അവിടെ ഒന്ന് കാമായല്ലോ. ഈ സാധനം ചിലപ്പം വരാനുള്ള സാധ്യത ഉണ്ട്. അതെനിക്ക് നമ്മളെ മറ്റേ ഈ 40 വഴി പോകുമ്പോഴേ മറ്റേ വലിയ റോക്കൊക്കെ ഇരിക്കുന്ന വിൻഡോ റോക്ക് എന്ന് പറയുന്ന ആ ഒരു സ്ഥലമില്ലേ, മറ്റേ ന്യൂ മെക്സിക്കോ ആൻഡ് അരിസോണ ബോർഡർ ഇല്ലേ, അവിടെ ഒരു റെസ്റ്റ് ഏരിയ ഉണ്ട്. അരിസോണയുടെ റെസ്റ്റ് ഏരിയ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ സ്നേക്ക് ഉണ്ട്, ഒരുപാട് സ്നേക്കുകളുണ്ട്, നിങ്ങൾ ഇങ്ങനെ സൂക്ഷിക്കണോന്നൊക്കെ പറഞ്ഞു. ചിലപ്പോ അതിന്റെ ആ കല്ലിന്റെ ഒക്കെ അങ്ങനെയുള്ളിടത്തൊക്കെ അതെ ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകിച്ച് നമ്മുടെ ഈ 40യുടെ അനുബന്ധിച്ചുള്ള വെസ്റ്റ് കോസ്റ്റിലെ ഒരുമാതിരി അരിസോണ, ന്യൂ മെക്സിക്കോ, കാലിഫോർണിയ, ടെക്സാസ് ഇതിന്റെ എല്ലാ ഈ ഡ്രൈ പ്രദേശങ്ങളിൽ ഇഷ്ടംപോലെ റാറ്റിൽ സ്നേക്ക് ഉണ്ട്. പിന്നെ ഭയങ്കര വിഷമുള്ള തേളുകള് അങ്ങനത്തെ. എനിക്കൊന്നും ഈ ടെക്സാസിലോട്ട് പോകുമ്പോഴല്ലേ മറ്റേ ചീങ്കണ്ണിയൊക്കെ ഉള്ളത്. ഫ്ലോറിഡ. പക്ഷെ നമ്മളെ റെനോവില് ഡെലിവറി ചെയ്തിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് ചാടുമ്പോ ഡെത്ത് വാലി റൂട്ടി വരൂലേ, അവിടുത്തെ ആ മൗണ്ടൻസിലൊക്കെ കയറാം, പാറപ്പുറത്തൊക്കെ കയറി അവിടെ കുറെ ലേക്കുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ആ വരുന്ന വളങ്ങൾ. അവിടെയൊക്കെ നമുക്ക് ആ പാറപ്പുറത്തേക്ക് നമ്മൾ കയറി ചില സമയത്ത് നമ്മൾ നല്ല വിഷ്വൽസ് എടുക്കാൻ, ഫോട്ടോ എടുക്കാനൊക്കെ കയറുമായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിലെല്ലാം ഈ ആനിമൽസിന്റെ ഫോസിൽസ് ഇഷ്ടംപോലെ അരിവാൾ ചുറ്റിയൊക്കെ ഉണ്ടല്ലോ. എല്ലാരും ഉണ്ട്. അതെനിക്കൊന്ന് ഫ്രീ ആയിട്ട് കയറാം. ഫ്രീ ആയിട്ട് കയറാം. അത് അതിലെയാ കയറണ്ടേ, നിങ്ങോട്ട് നടന്നു വരും. എനിക്കൊന്ന് ഇവിടെ ഇട്ടിട്ട് ഇവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് നമുക്കൊരു ഇവിടെ ട്രക്കിന്റെ
അതുകൂടാതെ ഇവിടെ ഒരു ഗോസ്റ്റ് ടൗൺ ഉണ്ട്, നിങ്ങൾ വന്നിട്ടുണ്ടോ? ഇപ്പം അല്ല, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇവിടെ കാലിക്കോ ഗോസ്റ്റ് ടൗൺ എന്ന് പറഞ്ഞോണ്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ എപ്പോഴും വായിക്കാറുണ്ട്. ഇങ്ങോട്ടുള്ള ഈ എക്സിറ്റ് ഏതോ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞു അതിന്റെ അകത്തോട്ട് പോയട്ടോ. അവിടെ നമുക്ക് ട്രക്ക് പാർക്കിംഗ് ഒക്കെ ഉണ്ട് കാലിക്കോ ഗോസ്റ്റ് ടൗണിൽ. അതൊരു പഴയ മൈനാണ്. പഴയ മൈൻ ഇപ്പോഴും അവര് മൊത്തത്തിൽ റീഫർബിഷ് ചെയ്ത് മൊത്തത്തിൽ അന്നത്തെ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാറ്റർഡേ സൺഡേയില് അതിന്റെ അകത്ത് അന്നത്തെ നമ്മള് പഴയ വെസ്റ്റേൺ സിനിമകൾ കാണുന്ന പോലെ അന്നത്തെ കാലത്തെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ആൾക്കാരെ ആ സാധനം പ്രവർത്തിപ്പിക്കും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഒരു ലൈവ് മ്യൂസിയം ചെന്ന് അന്നത്തെ കാലത്തെ ആൾക്കാർ എങ്ങനെയായിരുന്നു അതെല്ലാം കണ്ട് അവരതുപോലത്തെ അങ്ങനത്തെ റോട്ടിൽ കൂടെ അതേ ഉടുപ്പിട്ട് അന്നത്തെ കാര്യങ്ങൾ നടക്കുന്ന പോലെ എല്ലാം ചെയ്യുന്ന ഒരു ചെറുപ്പം. അപ്പൊ നമ്മള് പെട്ടെന്ന് ഒരു നാടകം പോലെ അവരതെല്ലാം ചെയ്തോണ്ടിരിക്കും. സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ സംഭവം ഓപ്പൺ ആണെങ്കിലും ഈ ആൾക്കാരില്ല, കോസ്റ്റ്യൂം ഇട്ട ആൾക്കാരില്ല. ഞങ്ങളൊരു ദിവസം ഇതുപോലെ നമ്മള് മിരാലാമേലെ കോസ്കോഡ് അപ്പോയിന്റ്മെന്റ് ലേറ്റ് ആയി 2 ദിവസം ലാസ്റ്റ് ലേവർ കിടന്നപ്പോ അട്രാക്ഷൻസ് നിയർ മീ തപ്പി ഞങ്ങൾ വന്നതാ. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഇതായിരുന്നു സംഭവം. ഈ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഞെട്ടിപ്പോയി. ഇവര് മറ്റേ തോക്കൊക്കെ ഉണ്ട്, മറ്റേ വെടിവെച്ചിട്ട് രണ്ടുപേരും മത്സരിച്ച് നിന്ന് ഒരുമിച്ച് ഓട്ടിക്കണ പരിപാടിയൊക്കെ ഉണ്ട് അവിടെ. നമ്മൾ ഈ കാണുന്ന ഈ സൈഡിൽ കൂടെ കാണുന്ന അതല്ല, ഈ സൈഡിൽ കൂടെ കാണുന്ന ഷാർപ്പായിട്ടുള്ള ചില മലനിരകളുണ്ടല്ലോ. അപ്പൊ ഇവിടുത്തെ സോൾജിയേഴ്സ് ഒക്കെ ഇനി തൊട്ട് ഇതിന്റെ മണ്ടേ കൂടെ കയറി യുദ്ധം ചെയ്യുന്നൊക്കെ പഠിക്കേണ്ടി വരും. എന്നാലേ ഇറാനിലൊക്കെ പോയി ചെയ്യാൻ പറ്റും. കാരണം അത് അല്ല, നമ്മുടെ മറ്റേ ഏരിയ 15 ഉണ്ടല്ലോ, അമേരിക്കയുടെ ഏറ്റവും വലിയ മറ്റേ അമ്യൂണിഷൻ സെന്റർ, ഹോത്തോൺ അമ്യൂണിഷൻ സെന്റർ എന്ന് പറയുന്നത് അപ്പൊ ഇവരാ ഫുള്ള് വെപ്പൺസും കാര്യങ്ങളും എല്ലാം സ്റ്റോർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ആ ഏരിയ ഇതുപോലത്തെ ഒരു ടെറൈൻ തന്നെ. പിന്നെ അത് കൂടാതെ നമ്മുടെ സഞ്ചാരത്തിന്റെ അകത്ത് ഒരു ആലഞ്ചേരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുള്ളിനെ പുള്ളി മറ്റേ ആർമിയിലുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി അപ്പം പുള്ളി പറഞ്ഞിട്ടുണ്ട്, കാരണം പുള്ളിക്ക് മിഡിൽ ഈസ്റ്റേൺ എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടിലെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നപ്പം പുള്ളിനെ ഹയർ ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള ഒരു സാഹചര്യം ഇറാഖ് വാർ നടക്കാൻ നേരത്ത് ഈ വെള്ളക്കാരാണല്ലോ ഇവര് അമേരിക്കക്കാര്. അപ്പം കൂടുതൽ അവിടെയുള്ള ആൾക്കാരുമായിട്ട് സമ്പർക്കം വരാൻ വേണ്ടിയിട്ട് നമ്മളെ പോലെയുള്ള ഇന്ത്യൻ ലുക്കും അതുപോലെ അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഹിന്ദി സംസാരിക്കുന്ന കുറച്ചുകൂടെ അവിടുത്തെ ആൾക്കാരുമായിട്ട് തോന്നുന്ന ആൾക്കാരെ എല്ലാവരും റിക്രൂട്ട് ചെയ്ത കൂട്ടത്തിലാണ് ഈ പുള്ളിനെ റിക്രൂട്ട് ചെയ്തത്. അപ്പം ആരാ ടീമുകൾ അപ്പം അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇതാണ് സംഭവം. മിലിറ്ററി ആർമി എന്നൊക്കെ പറഞ്ഞാൽ ഇവരെല്ലാം ഓർഡർ സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ഏറ്റവും മുകളിൽ നിന്നുള്ള ഓർഡർ റൈറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റണം. ഏത് നമ്മള് പണ്ട് അമേരിക്കൻ പ്രസിഡന്റുമാരെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ലോകത്തിനുള്ള ഒരു വിലയും ഏറ്റവും സ്ട്രാറ്റജിക്കലി വളരെ റൈറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരായിരുന്നല്ലോ. അവരുടെ കൺട്രോളിലാണ് ഈ ഫുള്ള് സ്കില്ലുള്ള ടീമുകൾ. അപ്പൊ അതുകൊണ്ട് ബാക്കിയൊന്നും നമ്മൾ പറയണ്ട. ലോക്കൽ ടൈം 4:30 ആയി കേട്ടോ. നമ്മളങ്ങനെ യാത്രയൊക്കെ ചെയ്ത് കാലിഫോർണിയ നെവാഡ ബോർഡർ എത്തി. ഈ കാണുന്ന ചെറിയ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ടല്ലോ, ഇവിടെയാണ് കാലിഫോർണിയ നെവാഡ ബോർഡർ. ഈ സ്റ്റേറ്റ് ലൈൻ കടന്ന് നമ്മൾ നെവാഡ കയറി ഏകദേശം ഒരു 40 മൈൽ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ലാസ് വേഗസ് ടൗൺ എത്തും. ഇവിടെയും അടിപൊളിയായിട്ടുള്ളൊരു രസമായിട്ടുള്ള നമുക്ക് എന്താണ് നെവാഡ എന്ന് പറയുമ്പം ലാസ് വേഗസ് ആണല്ലോ എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പം അതെന്താണെന്ന് നമുക്ക് ഐഡിയ കിട്ടുന്ന തരത്തിലുള്ള കുറേ സെറ്റപ്പൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഒരു എൻട്രി പോയിന്റ്. നമ്മുടെ ഈ യാത്രയിൽ 2 സൈഡിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു വലിയ മരുഭൂമിയുടെ ഏരിയ ഉണ്ട്. ഇത് ഭയങ്കര വലിയൊരു ഡെസേർട്ടാണ് കേട്ടോ, മൊഹാവേ ഡെസേർട്ട് എന്നൊക്കെ ഈ നമ്മുടെ സഞ്ചാരം കാണുന്നവർക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര എപ്പോഴും പറയാറുള്ള ഒരു സ്ഥലമാണ് ഈ മൊഹാവേ ഡെസേർട്ട്. പുള്ളി സ്പേസിലേക്ക് പോകാനുള്ള ആ ഒരു ട്രാവലിന് തയ്യാറെടുക്കുന്ന വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ കൂട്ടത്തിലാണല്ലോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളിലൊക്കെ പറയാറുണ്ട്. വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ ഇത് അങ്ങ് സ്പേസിലേക്ക് പോകുന്ന യാത്രകളുടെ മറ്റു പലതിൻ്റെയും പരീക്ഷണമെല്ലാം
ഈ മൊഹാവേ ഡെസേർട്ടിൻ്റെ എവിടെയോ ഉള്ള പരിപാടികളിലൊക്കെയാണ് നടക്കുന്നത്. അപ്പം അത്രയ്ക്ക് ചരിത്ര പ്രസിദ്ധമായ മൊഹാവേ ഡെസേർട്ടാണ് നമ്മുടെ ഈ രണ്ട് സൈഡിലും നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ ഡെസേർട്ട്. ലോക്കൽ ടൈം 6:30 ആകുമ്പോഴത്തേക്കും നമ്മൾ വേണ്ട നെവാഡയുടെ അവസാന ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ലാസ് വേഗാസ് കവർ ചെയ്തിങ്ങ് പോന്നു. പിന്നെ പല പ്രാവശ്യം നമ്മുടെ വീഡിയോകളിൽ നമ്മൾ ലാസ് വേഗാസ് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് വീണ്ടും ലാസ് വേഗാസ് അടുപ്പിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞ് വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചാണ് ഒത്തിരി ഡീറ്റെയിൽസ് കൊണ്ടുവരാണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ നമ്മുടെ മുന്നിൽ വരാനുള്ളത് അരിസോണ സ്ട്രിപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ സ്ഥിരം വീഡിയോസ് കാണുന്നവർ ഇതിന് കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ വിൻഷീൽഡ് നിറയെ ഇത് പ്രാണികൾ അടിച്ചേക്കുവാണേ. അപ്പോൾ നമുക്കിവിടെ നിർത്തി ഒന്ന് വിൻഷീൽഡ് ക്ലീൻ ആക്കിയിട്ട് അങ്ങ് മുന്നോട്ട് പോകാം. വിൻഷീൽഡ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഡ്രൈവിംഗ് ടൈം തീരെ കുറവാണ് കേട്ടോ. ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇനി 1 മണിക്കൂറും കൂടെ ഉള്ളൂ. നമ്മൾ അരിസോണ സ്ട്രിപ്പ് ഇപ്പോൾ തന്നെ കവർ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ പാർക്കിംഗ് കിട്ടിയെന്ന് വരികയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇട്ട് നമുക്ക് ബ്രേക്ക് അങ്ങ് എടുത്തിട്ട് തൽക്കാലം ഇന്നത്തെ നമ്മുടെ സായാഹ്നം ഇവിടെ ആഘോഷിക്കാം. ഹായ്, നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് നെബ്രാസ്കയിലാണ് കേട്ടോ. നമ്മുടെ ദേവസ്യാച്ചൻ ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞ് പയ്യെ ഉറങ്ങാൻ കയറി നമ്മൾ നെബ്രാസ്കയിലെ അറോറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അടുക്കുന്നു. നമുക്ക് നമ്മുടെ ഡെയിലി വീഡിയോസ് ഇറങ്ങുന്നതുകൊണ്ട് എഡിറ്റിങ്ങിന് നമുക്ക് ഒത്തിരി സമയം വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ ഇന്ന് കുറേ എഡിറ്റിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് രാവിലെ ഒന്നും വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാനോർത്തു എന്തായാലും ഇന്ന് ഇങ്ങനെ അങ്ങ് പോട്ടെ, എന്തെങ്കിലും മേജറായിട്ട് റോഡിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വീഡിയോ എടുത്ത് ജസ്റ്റ് അങ്ങ് പോകാം. എന്നിട്ട് നാളെ നമ്മൾ ശക്തമായിട്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പം ലോക്കൽ ടൈം 5:15 ആകുന്നു. ഇതുകൊണ്ട് നമുക്കിവിടെ ഒരു റോഡ് ക്ലോഷർ പെട്ടെന്ന് കിട്ടി. എന്തോ പോലീസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നുണ്ട്. അപ്പം എന്തായിരിക്കും ആ വിശേഷം എന്നറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുള്ളതുപോലെ തന്നെ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം എന്ന് ഞാൻ ഓർത്തു. അതാണ് ഇപ്പോൾ ക്യാമറ ഓൺ ചെയ്തത്. കാരണം നമ്മുടെ മുമ്പിൽ പൊയ്ക്കൊണ്ടിരുന്ന ആ ഒരു ട്രക്ക് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഇടയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു ട്രക്ക് കുറേ തുളയുള്ള ട്രെയിലറിലായിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ അടുത്തേക്ക് കയറി പോകാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഒന്നോടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. പക്ഷേ അങ്ങനത്തെ ട്രക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഈ ലൈവായിട്ടുള്ള ആനിമൽസിനെ കൊണ്ടുപോകുന്ന ട്രക്കുകളാണ്. പന്നീനെയും പശുവിനെയും അങ്ങനെ ആനിമൽസിനെ കൊണ്ടുപോകുന്ന, ഈവൻ കോഴികളെയും സിമിലറായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇവിടുത്തെ ബുച്ചറികളിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ജീവനുള്ള ആനിമൽസിനെയല്ലേ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ബ്രീത്തും കാര്യങ്ങളൊക്കെ കിട്ടാൻ പാകത്തിനായിരിക്കാം, അതുപോലെ തുളയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും അമാർക്കൊക്കെ ഭയങ്കര സ്പീഡും പിന്നെ ഇതുപോലത്തെ എന്ത് ബ്ലോക്ക് വന്നാലും മാക്സിമം അവരെ കയറ്റി വിടും. കാരണം ഈ ആനിമൽസ് എല്ലാം, കാരണം ആനിമൽ പ്രൊട്ടക്ഷന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നാടുകളാണല്ലോ ഇതെല്ലാം. അപ്പം കൊല്ലാൻ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെതായ രീതിയിൽ പ്രോപ്പറായിട്ടുള്ള മെത്തേഡിൽ വേണം കൊല്ലാൻ വേണ്ടിയിട്ട്. അല്ലാതെ പേടിച്ചേരേണ്ട വിശന്ന് അങ്ങനെയൊന്നും പോകുന്ന കാര്യങ്ങളൊന്നും കില്ല് ചെയ്യാനുള്ള പെർമിഷൻ ഇവിടുന്ന് കിട്ടില്ല കേട്ടോ. ചിലർക്കാണേലും ഇപ്പം നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാം അത് എന്താണ് സംഭവം എന്നുള്ളത്. പക്ഷെ അറിയാൻ പാടില്ലാത്തവർക്ക് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എടാ പോലീസുകാർ പറന്ന് പോകുന്നുണ്ട് കേട്ടോ.
ആൻഡ് ഇപ്പം നിങ്ങൾ നോക്കിക്കേ, നമുക്ക് 2 ലൈനുള്ള ഈ റോഡിൽ 2 സൈഡിലും വണ്ടികൾ വന്ന് നിറഞ്ഞേക്കുമല്ലേ. ഈ സാഹചര്യത്തിൽ എമർജൻസി വണ്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ റൈറ്റ് സൈഡിലുള്ള ഒരു ലൈനിൻ്റെ വലുപ്പം തന്നെയുള്ള ഷോൾഡർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ആംബുലൻസിനും ഫയറിൻ്റെ വണ്ടികൾക്കും അല്ല പോലീസിനും ഒക്കെ എത്രയും പെട്ടെന്ന് ഇപ്പം ഒരു റോഡിൽ ബ്ലോക്ക് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ആ ഷോൾഡർ ഉപയോഗിച്ച് പോകാം. എത്ര എക്സ്ട്രീം സാഹചര്യത്തിലും, പ്രത്യേകിച്ച് ഇതുപോലെ വള്ളിയുള്ളപ്പോൾ നമ്മൾ ആ ഷോൾഡർ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. ഷോൾഡർ ബ്ലോക്ക് ചെയ്താൽ 8ൻ്റെ വള്ളിയായിരിക്കും. എമർജൻസിക്ക് വേണ്ടി മാത്രമാണ് ഷോൾഡർ. അപ്പോൾ നമ്മളെ ലൈനിലാണ് എന്തോ അപകടമുള്ളത് ഷോൾഡറിൽ. അപ്പം അതുകൊണ്ട് നമുക്ക് ലൈൻ പയ്യെ ഷിഫ്റ്റ് ചെയ്ത് ഇപ്പുറത്തേക്ക് മാറിയേക്കാം. ഏകദേശം ഒരു 500 മീറ്റർ മുമ്പിലാണ് ആ അപകടം ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും മുമ്പിൽ അപകടം കാണുമ്പോൾ തന്നെ എല്ലാവരും ആ ഒരു ലൈനിൽ സ്പേസ് കൊടുത്തിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് സിംഗിൾ ലൈനായിട്ട് മാറി. ഇതൊക്കെയാണ് മര്യാദ എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കുക. കാരണം ഈ ഒരു ഗ്യാപ്പ്, ഈ അപ്പുറത്തെ ലൈൻ ഫ്രീ ആയി കിടക്കുന്നതുകൊണ്ട് തന്നെ വേണമെന്ന് കുത്തിക്കയറ്റി പോയി ആ അപകടത്തിൻ്റെ തൊട്ട് മുമ്പ് വെച്ച് ഇങ്ങോട്ട് എവിടെയെങ്കിലും ഒരു ഗ്യാപ്പുള്ളടുത്ത് കുത്തിക്കയറ്റിയൊക്കെ പോവാം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇതിപ്പം മാന്യരായ ആൾക്കാരാണ് എല്ലാവരും ആ ഒരു ഇത് കണ്ടുപോയി അവനവൻ്റെ ലൈനിൽ കയറി. ഇതേണ്ട പോലീസുകാരനെ കണ്ടോ, അവിടെ ആയിരുന്നു എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആക്സിഡൻറ്റ് ക്ലിയർ ചെയ്തുകൊണ്ട് അവർ പോയെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കാം ആ എമർജൻസി വണ്ടി 2-3 പോലീസ് വണ്ടികൾ ഉണ്ടായിരുന്നു അവിടെ. അതാണ് നമ്മളെല്ലാം ഇപ്പുറത്തെ ലൈനിലേക്ക് മാറിയത്. എന്തായാലും റോഡ് ബ്ലോക്ക് ചെയ്ത് നമ്മുടെ സമയം പോയില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. പക്ഷെ അതോടൊപ്പം തന്നെ പറയട്ടെ, വേണ്ട കിടക്കുന്ന ഒരു വണ്ടി റോഡിൽ ഇടിച്ചു കുത്തി കിടന്ന കേട്ടോ. പക്ഷെ അതിപ്പോൾ സംഭവിച്ചതല്ല, അത് ഇച്ചിരി പഴയതാണെന്ന് തോന്നുന്നു. ഇന്നലെയോ മിനിഞ്ഞാന്നൊക്കെ സംഭവിച്ചതായിരിക്കണം. എന്തായാലും നിസ്സാര സമയം കൊണ്ട് റോഡ് ക്ലിയറായി. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. അപകടം സംഭവിച്ചതാണെങ്കിൽ ടോ ചെയ്യാനെന്നുള്ള ഒരു സമയമില്ല, മറ്റെന്തോ സംഭവിച്ചതായിരിക്കണം. എന്താണ് സംഭവിച്ചെന്നുള്ള ഒരു വ്യക്തത നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റാണ്ടിരിക്കുന്നതിൽ ഖേദിക്കുന്നു. എന്തായാലും റോഡ് ഓപ്പൺ ആയല്ലോ. അപ്പോൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു. നെബ്രാസ്കയുടെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒമഹ കടന്ന് അയോവ കയറുന്നു. അവിടുന്ന് നമ്മുടെ സ്ഥിരം റൂട്ട്. എല്ലാം ഓക്കെ ആണ്. വേറെ വള്ളിയൊന്നും കിട്ടുന്നില്ലെങ്കിൽ നാളെ വൈകുന്നേരത്തോടു കൂടി, ഒരു ഉച്ച കഴിഞ്ഞ് ദേവസ്യാച്ചൻ്റെ ഷിഫ്റ്റ് കഴിയുന്നതോടുകൂടി നമ്മൾ ടൊറോൻറ്റോ എത്തുന്നതായിരിക്കും.